قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മറ്റ് മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വിശ്വാസിയോട് അന്ധമായി വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു ബ്ലൈൻഡ് ബിലീഫ് ഇസ്ലാം ആരോടും ആവശ്യപ്പെടുന്നില്ല. തികഞ്ഞ ചിന്തയുടെയും ബുദ്ധിയുടെയും ബോധ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കാനും ഇസ്ലാമിനെ അംഗീകരിക്കാനുമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ മറ്റേതൊരു വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ ചിന്തിക്കാനും ആലോചിക്കാനും ശക്തമായി ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് വേദഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ മാത്രം സവിശേഷതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ മാത്രം സവിശേഷതയാണ്. ലോകത്തെ ഒരു വേദഗ്രന്ഥത്തിലും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പരാമർശവും കാണുക സാധ്യമല്ല ആ നിലക്ക്. മറിച്ച് ഇത് വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ്. ഞാൻ വേദഗ്രന്ഥങ്ങളെ നിരൂപണ വിധേയമാക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ നിരന്തരമായി ആവശ്യപ്പെടുന്നു, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത ആളുകളാണ്, ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവി എന്ന് വരെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചുരുങ്ങിയത് നമ്മളെങ്കിലും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു, ഫിക്ർ ആവശ്യപ്പെടുന്നു, ആലോചിക്കാൻ ആവശ്യപ്പെടുന്നു, ബുദ്ധി ഉപയോഗിക്കാത്തവരെ അതിശക്തമായി അപലപിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആരിലും അടിച്ചേൽപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ധാരാളമായി കേൾക്കാറുള്ള വാചകമാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ നിർബന്ധമില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അടിച്ചേൽപ്പിച്ച് സ്വീകരിപ്പിക്കേണ്ട ഒരു കാര്യമോ പ്രകോപിപ്പിച്ച് സ്വീകരിപ്പിക്കേണ്ട ഒരു കാര്യമോ പ്രലോഭിപ്പിച്ച് സ്വീകരിപ്പിക്കേണ്ട ഒരു കാര്യമോ അല്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ സാക്ഷാൽ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് ആവശ്യപ്പെടുന്നത് ഫദക്കിർ, താങ്കൾ ഉത്ബോധിപ്പിക്കുക. താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. അവരിൽ
താങ്കൾ ഒരു കാരണവശാലും സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ, ഒരാൾ മുസ്ലിം ആകുന്നുവെങ്കിൽ അയാൾ തികഞ്ഞ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ആകണം. കാരണം താൻ ഏതൊരു അള്ളാഹുവിനെയാണോ അംഗീകരിക്കുന്നത്, ഏതൊരു ദൈവത്തെയാണോ അംഗീകരിക്കുന്നത്, ഏതൊരു പ്രപഞ്ചനാഥനെയാണോ അംഗീകരിക്കുന്നത്, ആ പ്രപഞ്ചനാഥൻ ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് അയാൾ ആ സമ്പൂർണമായി ആ ദൈവത്തിന്, ആ ക്രിയേറ്ററിന്, ആ അള്ളാഹുവിന് വിധേയപ്പെടേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടാതെ പാരമ്പര്യമായ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു ട്രഡീഷണൽ ബിലീഫോ ഒരു ബ്ലൈൻഡ് ബിലീഫോ കൊണ്ട്, അന്ധമായ വിശ്വാസം കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിനെ സമ്പൂർണമായി വിധേയമാകാൻ കഴിയില്ല. പ്രത്യേകിച്ച് സ്വകാര്യ രംഗങ്ങളിൽ, സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കുണ്ടാകേണ്ട രണ്ട് സുപ്രധാനമായ ബോധ്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിലുള്ള ബോധ്യവും രണ്ടാമത്തേത് പരലോകത്തിലുള്ള ബോധ്യവും. ഈ രണ്ട് ബോധ്യങ്ങളും നമ്മുടെ മനോമണ്ഡലത്തിൽ ബോധങ്ങളായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാൻ, ഒരു സബ്മിഷൻ ടു ഗോഡ്, അള്ളാഹുവിന് വിധേയമാവുക എന്ന് പറയുന്ന ഒന്ന് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇതിനെ തകർക്കാനാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ നവലിബറൽ ചിന്താഗതിക്കാരും ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് ദൈവത്തിലുള്ള വിശ്വാസത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്നിച്ചില്ലാനും മാസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കൈകളിലും യുവാക്കളുടെ കൈകളിലും ഒക്കെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ കൈകളിലുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉലകം ചുറ്റിയ ഒരു മാന്യദേഹം, അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റുകയും വ്യത്യസ്ത രാജ്യങ്ങളും രാഷ്ട്രങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളെയും അവരുടെ അടുക്കൽ സന്ദർശിച്ച് അവരുടെ ജീവിത രീതികളും ആ രാജ്യത്തിൻ്റെ, ആ പ്രദേശത്തിൻ്റെ, ആ ഗ്രാമത്തിൻ്റെ മനോഹാരിതകളുമൊക്കെ കേരളീയൻ്റെ മുൻപിൽ വളരെ അതിസമർത്ഥമായി ഷൂട്ട് ചെയ്ത് അത് അവതരിപ്പിക്കുന്ന ഒരു മാന്യദേഹമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ ചാനലുകളൊക്കെ കണ്ട ആളുകളായിരിക്കും മിക്കവാറും എൻ്റെ മുമ്പിലുണ്ടാവുക. പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്നവരാണ്. കാരണം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയും എന്നിട്ട് അത് മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത 1 മാസമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അതേ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന്, മതം എന്ന് പറയുന്നത് വെറും പൊട്ടത്തരമാണ്, മതം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും പൊട്ടത്തരങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്നത്, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ മതം പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. വേറെയും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളാണിവ. മതം പറയുന്നത് മുഴുവൻ പൊട്ടത്തരങ്ങളാണ്, മതം പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ശാസ്ത്രീയമായി ലോകത്ത് തെളിയിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ആളുകളിൽ ഒരുപക്ഷെ, മുതിർന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതൊരു വിഷയമായിരിക്കില്ല. പക്ഷേ നമ്മുടെ മക്കൾക്കും, വിദ്യാസമ്പന്നരായ നമ്മുടെ മക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അവരുടെ മുൻപിൽ അതൊരു ചോദ്യമായി ചിലപ്പോൾ ഉയരുന്നുണ്ടാകും. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന 1-2 ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അദ്ദേഹം ആ പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം ചിലരിൽ അത് സ്വാധീനം ഉണ്ടാക്കുന്നു എന്നാണല്ലോ. അതേ ഭൂമിയിൽ ഒരു വാഴക്കം ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് പിന്നെന്താണ് ആകാശത്ത് ചെയ്യാൻ പറ്റുക, സ്വർഗത്തിൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നതും, ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതുമൊക്കെ, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം മാത്രമല്ല, യുക്തിവാദികളും നിരീശ്വരവാദികളും വളരെ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ശാസ്ത്രീയമായിട്ട് ഇതിനൊക്കെ വല്ല തെളിവെന്താണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു.
നമ്മളിപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ബോധ്യം ഈ വിഷയത്തിൽ ഉണ്ടാകണം, നമ്മുടെ മക്കൾക്കൊരു ബോധ്യം ഉണ്ടാകണം, തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ നമുക്കൊരു ബോധ്യം വേണമല്ലോ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും 100% യുക്തിക്ക് നിരക്കുന്നതാണെന്നോ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതാണെന്നോ ഒന്നും നമുക്ക് വാദമില്ല. അതിന് കാരണവുമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം, ഇത് ഇസ്ലാമിൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള മൗലിക പ്രധാനമായിട്ടുള്ള 2 വിശ്വാസങ്ങളാണിത്. ഈ വിശ്വാസത്തിന് യുക്തിയുടെയും ബുദ്ധിയുടെയും അടിത്തറയില്ലെങ്കിൽ ബാക്കിയുള്ള വിശ്വാസങ്ങൾക്ക് യാതൊരുവിധ വിലയും ഉണ്ടാവില്ല. ഈ 2 വിശ്വാസം പൊളിച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ മൊത്തം പൊളിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 2 വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസം എന്നതിനേക്കാൾ അപ്പുറം ഒരു കൺവിക്ഷൻ, ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് ആർക്കെങ്കിലും മറുപടി പറയാനല്ല, നമുക്ക് സെൽഫായിട്ടുള്ള, സ്വന്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവവിശ്വാസമൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല, തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളുകളുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഹിമാലയൻ ചോദ്യങ്ങളാണ്, ഇതിനൊന്നും വിശ്വാസികൾക്കൊരു മറുപടിയും പറയാൻ കഴിയില്ല എന്നാണ് ഇവരൊക്കെ പൊതുവിൽ ചിന്തിക്കുകയും അവരുടെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അടക്കം ഒരുതരം പുച്ഛത്തിൻ്റെയും അതേപോലെ തന്നെ ഇതിനൊന്നും ആർക്കും ഒരു ഉത്തരവും നൽകാൻ പറ്റില്ല എന്ന ചിന്തയുടേതുമാണ്. അതിന് ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടില്ല വേണ്ട അളവിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അഭിമുഖീകരിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല. പൊതുവിൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നലുണ്ട്, യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നമുക്ക് കഴിയില്ല, ഇനി മറുപടി ഇല്ല, അതങ്ങനെ അങ്ങനെ വിശ്വസിക്കാം എന്ന് വിചാരിച്ച് പച്ചപ്പാവങ്ങളായിട്ട് നടക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവ് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയോട് കാർഡിയാക് സർജറി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ്. അത്രയും വലിയ വിവരക്കേടാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിവരക്കേടാണ്. ദൈവം ഉണ്ടോ ഇല്ലേ എന്നതിന് ശാസ്ത്രീയമായ തെളിവ് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഒരാളോട് കാർഡിയാക് സർജറി ചെയ്യാൻ, അയാൾ എന്തുകൊണ്ടാണ് കാർഡിയാക് സർജറി ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. കാരണം എഞ്ചിനീയർ അല്ല കാർഡിയാക് സർജറി ചെയ്യേണ്ടത്, ഡോക്ടറാണ് അത് ചെയ്യേണ്ടത്. MS എടുത്ത, കാർഡിയോളജിയിൽ MS എടുത്ത, അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് കാർഡിയോളജിക് സർജറി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു MBBS കാരനല്ല ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിന് കൊടുക്കേണ്ട കമ്പിയുടെ അളവ് തീരുമാനിക്കേണ്ടത് ഒരു MBBS ഡോക്ടറല്ല, ഒരു MD അല്ല, ഒരു MS എടുത്ത ആളല്ല. അത് തീരുമാനിക്കേണ്ടത് എഞ്ചിനീയറാണ്. ഒരു ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വാർക്കയുടെ സിമെന്റിന്റെ അളവ് പറയാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്നതുപോലെ തന്നെയാണ് നമ്മൾ ചോദിച്ചാലും, യുക്തിവാദി ചോദിച്ചാലും, നിരീശ്വരവാദി ചോദിച്ചാലും, ആര് ചോദിച്ചാലും ദൈവത്തിൻ്റെ ശാസ്ത്രീയമായ തെളിവ് എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. ആർക്കും കൊടുക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ശാസ്ത്രീയമായി നമ്മൾ തെളിവ് ചോദിക്കുമ്പോൾ, ശാസ്ത്രീയമായിട്ട് തെളിവായിട്ട് അവതരിപ്പിക്കുന്ന, അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റുകളും, എല്ലാ മെഷർമെന്റുകളും ഈ ഭൗതിക ലോകത്തിനകത്ത് ഉപയോഗിക്കുന്നതാണ്, ഈ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു ആകട്ടെ, അല്ലെങ്കിൽ ഈശ്വരനാകട്ടെ, ദൈവമാകട്ടെ പ്രപഞ്ചാതീതനാണ്. പ്രപഞ്ചാതീതനായ ഒരു സംഗതിയെ പ്രപഞ്ചത്തിനകത്ത് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ എന്ത് തെളിവാണ് സമർപ്പിക്കാൻ പറ്റുക? വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. അതൊരിക്കലും നമുക്ക് സാധ്യമേ അല്ല. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ,
ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു കമ്പ്യൂട്ടർ തുറന്നു വച്ചതിന് ശേഷം ആ കമ്പ്യൂട്ടറിന്റെ നിർമ്മാതാവിനെ കമ്പ്യൂട്ടറിനകത്ത് കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നത് പോലെയാണ് ഈ ചോദ്യം. കമ്പ്യൂട്ടർ തുറന്നു വെച്ചതിന് ശേഷം ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ, അയാളെ ഈ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ കാണിച്ചതാ എന്ന് കമ്പ്യൂട്ടറിന് ഒരു നിർമ്മാതാവുണ്ടെന്ന് വാദിക്കുന്ന ഒരാളോട് ആവശ്യപ്പെടുന്നത് പോലെയാണ്. ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടറിന് ഒരു നിർമ്മാതാവുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളോട് പറയാം, കമ്പ്യൂട്ടർ ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ഒരു നിർമ്മാതാവുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്കുണ്ടല്ലോ, ഈ മൈക്ക് ഉണ്ടാക്കിയത് ഒരാളാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ആ സ്ക്രൂ കഴിച്ച് അതൊന്ന് തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് ആ നിർമ്മാതാവിനൊന്ന് കാണിച്ചതാ എന്ന് പറയുന്നത് എത്രമാത്രം വിവരക്കേടാണോ അതിനേക്കാൾ അപ്പുറം വിവരക്കേടാണ് ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവമുണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവൊന്ന് എന്ന് പറയുന്നത്. അതൊരു വിശ്വാസി കൊടുക്കാൻ ശ്രമിക്കുന്നത് വിവരക്കേടാണ്. അതൊരു വിശ്വാസിയോട് നിരീശ്വരവാദി ചോദിക്കുന്നത് എന്താണ് ശാസ്ത്രം, എന്താണ് മതം എന്നറിയാത്തത് കൊണ്ടാണ്. എന്താണ് ശാസ്ത്രം എന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്താണ് മതമെന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, മതം മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ, തെളിയിച്ചിട്ടുണ്ടോ എന്ന്. മതം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, മതം എന്ന് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു സംഗതിയല്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ, ഭഗവത്ഗീത മറിച്ചു നോക്കിയാൽ, ബൈബിൾ മറിച്ചു നോക്കിയാൽ അവിടെ ഒന്നും ഉത്തരം കാണാൻ കഴിയില്ല. കാരണം മതത്തിന്റെ മേഖല അതല്ല. മതത്തിന്റെ മേഖല എന്ന് പറയുന്നത് അതല്ല. പിന്നെ അപ്പൊ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, അപ്പൊ ദൈവം ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവില്ലേ, ദൈവമുണ്ട് പരലോകമുണ്ട് എന്നതിന് ഒരു തെളിവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും തെളിവുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളും ഭൗതികവാദികളും നവ ലിബറലിസ്റ്റുകളും അങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്ന ആരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരുപടി കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിവില്ലാതെയാണ്. ദൈവത്തിന് മാത്രം ഇവർക്ക് തെളിവ് മതി, ബാക്കി ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഇവർക്ക് തെളിവ് വേണ്ടതില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കുക, അതിനെന്താ തെളിവ്, ശാസ്ത്രീയമായിട്ട് അതിനെന്താ തെളിവ് എന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബുദ്ധിയുടെയും യുക്തിയുടെയും അനുഭവത്തിന്റെയും ഒക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ജീവിതത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, താൻ അച്ഛൻ അല്ലെങ്കിൽ താൻ അമ്മ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും അവരാണ് എന്ന് തെളിയിച്ചിട്ടല്ല അദ്ദേഹം നീണ്ട 10-60 കൊല്ലം അവരുടെ മുഖത്ത് നോക്കി അതെന്റെ അച്ഛനാണ്, അതെന്റെ അമ്മയാണ്, അതെന്റെ ബാപ്പയാണ്, അതെന്റെ ഉമ്മയാണെന്ന് പറയുന്നത്. അവരാണ് നമ്മളോട് ചോദിക്കുന്നത് ദൈവം ഉണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവെന്താന്ന്. ബാപ്പാക്ക് വേണ്ടി അച്ഛനിക്ക് വേണ്ടി എന്തൊക്കെ ചെലവഴിക്കുന്നു, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവർക്ക് രോഗമുണ്ടാകുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ എവിടെയോ വേദനിക്കുന്നു. അവർ മരണപ്പെടുമ്പോൾ മറ്റാര് മരണപ്പെട്ടാലും കണ്ണിൽ നിന്ന് വരാത്ത കണ്ണുനീര് അവർ മരണപ്പെടുമ്പോൾ വരുന്നു. ഈ വരുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരീ പറയുന്ന ശാസ്ത്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ശാസ്ത്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ആ പ്രാഥമിക കാര്യം പോലും ജീവിതത്തിൽ 56, 60, 70 കൊല്ലം വിശ്വസിച്ച് നടക്കുന്നത് ഒരു തെളിവുമില്ലാതെയാണ്. ഒരു തെളിവുമില്ല. അച്ഛൻ പറഞ്ഞു നീ എൻ്റെ അച്ഛനാണ്, നിന്റെ അച്ഛനാണ് ഞാനെന്ന്. അമ്മ പറഞ്ഞു മോനെ അത് നിന്റെ അച്ഛനാണെന്ന്. നാട്ടുകാർ പറഞ്ഞു അത് നിന്റെ അച്ഛനാണെന്ന്. വീട്ടിലെ ജ്യേഷ്ഠന്മാരും അനുജത്തിമാരും ഒക്കെ പറയുന്നു ഇത് നിന്റെ അച്ഛനാണെന്ന്, അലി വാപ്പയാണെന്ന്. ഇതൊരു കാര്യത്തിന് തെളിവാവോ? ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞാൽ തെളിവാകുമെങ്കിൽ ലോകത്തെ 750-800 കോടി മനുഷ്യരിൽ 798 കോടി ആളുകളും പറയുന്നത് ദൈവമുണ്ടെന്ന്. എന്നാ പിന്നെ അതുകൊണ്ട് വിശ്വസിച്ചൂടെ? നാട്ടിലുള്ള ആളുകളൊക്കെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് അച്ഛനാണെന്ന് പറയുന്നു. ഒരു സ്ത്രീ പറയുന്നു ഇത് നിന്റെ അച്ഛനാണ് മോനെ എന്ന്. ഒരു അച്ഛൻ പറയുന്നു അത് നിന്റെ അമ്മയാണ് മോനെ എന്ന്. ഇങ്ങനെ നാട്ടിലെല്ലാം കുറെ ആളുകൾ ഇത് പറയുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആളുകൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യം ദൈവം ഉണ്ടെന്നാണ്. കാരണം വെച്ചാൽ 800 കോടി മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ 790 കോടി മനുഷ്യരും പറയുന്നു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന്. അത് വിശ്വസിക്കലല്ലേ ഏറ്റവും ശാസ്ത്രീയവും ബുദ്ധിയും യുക്തിയും എന്ന് പറയുന്നത്. അത് നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാത്തത്?
എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ ഇതിന് വേറെ എന്ത് തെളിവ് നമ്മുടെ കയ്യിലുള്ളത്? DNA ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടോ? അത് നടത്തി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നടത്തിയിട്ടാണോ വിശ്വസിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. നടത്തിയിട്ടാണോ വിശ്വസിക്കുന്നത്? ഈ DNA ടെസ്റ്റൊക്കെ എന്നാണ് വന്നത്? അപ്പൊ അതിനു മുമ്പ് ഈ അച്ഛൻ, അമ്മ, ആപ്പ, ഉമ്മ എന്ന് വിളിച്ചവരൊക്കെ അന്ധമായി വിളിച്ചതാണോ? വെറുതെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു? അപ്പൊ ഇത് മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കുന്നതെല്ലാം ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യൻ വിശ്വസിക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ അംഗീകരിച്ച് ഇവിടുത്തെ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും വലിയ വായിൽ ദൈവത്തിന് തെളിവെന്താന്ന് ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ വിശ്വസിക്കുന്നത് മുഴുവൻ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, യുക്തി ഉപയോഗിക്കുന്നുണ്ട്, അനുഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവരെ വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മടിക്കേണ്ടതില്ല, വിശ്വസിക്കാൻ മടിക്കേണ്ടതില്ല. തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. വിശ്വസിക്കാനല്ല, ബോധ്യപ്പെടാൻ സാധിക്കും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ മാത്രം തെളിവ് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അവരന്വേഷിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. മതം പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതം പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്ന അത് പറയാൻ വേണ്ടി വന്നതല്ല മതം എന്ന് പറയും. മതത്തിന്റെ മേഖല അതല്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. അത് പറ്റാത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, കമ്പ്യൂട്ടറിനൊരു സൃഷ്ടാവുണ്ടെന്ന് കമ്പ്യൂട്ടറിനകത്ത് നോക്കി കണ്ടെത്താൻ പറ്റാത്തതുപോലെ തന്നെയാണത്. കാരണം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഇവിടെ പറ്റുള്ളൂ. ഇതിനെ പുറത്തിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് ഇവിടുത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ആ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് ത്രാസുമായിട്ട് പോകുന്ന പോലെയാണ്. സ്ഥലം അളക്കാൻ ത്രാസുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം സ്ഥലം അളക്കണത് ത്രാസു വെച്ചല്ല. സ്ഥലം അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്ററും കിലോമീറ്ററും ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് അളക്കേണ്ടത്. ഈ പ്രാഥമികമായ വിവരം ഈ പറയുന്ന ഇത് ഉന്നയിക്കുന്ന യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ സാധാരണ അവർക്ക് അത് കാണിക്കാറില്ല. ആ പ്രാഥമികമായ ബോധം, ബുദ്ധി, വിവരം അവർ കാണിക്കാറില്ല എന്നതാണ് സത്യം. ഇത് പണ്ടുകാലം മുതൽ വലിയക്കാട്ട ഒരു ഹിമാലയൻ ചോദ്യമായിട്ട് ദൈവത്തിനെന്താ ശാസ്ത്രീയമായ തെളിവെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ ചിലപ്പോൾ പതറിപ്പോയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച്, ലോജിക്കലായിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ജനറേഷനാണ്. അവരുടെ മുമ്പിൽ അത് പണ്ടുകാലം മുതൽ അങ്ങനെയാണ്, അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവരെ കിട്ടില്ല. അവരുടെ മുമ്പിൽ അതിൻ്റെതായ ബോധ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥശൂന്യതയും ജീവിതത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരുപടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിതൊക്കെ നമുക്ക് മനസ്സിലാക്കിയത് നമ്മുടെ മക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മളോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ ദൈവം ഇല്ലാന്ന് പറയുന്ന ആളുകൾ ചോദ്യം ചോദിക്കാനും ദൈവം ഉണ്ടെന്ന് പറയുന്നവർ മറുപടി പറയാനും എന്ന ആ രീതിയൊക്കെ മാറ്റിയിട്ട് നമുക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് നിങ്ങളും മറുപടി തരണം എന്ന് പറയുന്ന ഒരു കൗണ്ടർ അറ്റാക്കിലേക്ക് നമ്മൾ വൈജ്ഞാനികമായി വളരേണ്ടതുണ്ട്. വൈജ്ഞാനികമായി അതിന് സാധിക്കും. അതിനുള്ള എല്ലാ ടൂൾസും എല്ലാ മെറ്റീരിയൽസും നമുക്ക് തന്നെ, നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയാണ് ഇതിനൊക്കെ ഇരകളാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംഗതി ഉണ്ടാക്കുന്നത്, അതിൻ്റെ പുറകിൽ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ ബുദ്ധി, അതോ അത് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതാണോ ബുദ്ധി? ഈ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതിനും വേണമല്ലോ ഒരു ശാസ്ത്രീയത. എന്നെങ്കിലും നിരീശ്വരവാദികളോ യുക്തിവാദികളോ തന്നെ ഒരു സാധനം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റില്ല. തന്നെ ഉണ്ടായതാണ് എന്നല്ലേ ഇവർ പറയുന്നത്. ഇത് തന്നെ ഉണ്ടാകും, അതറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. അല്പം പ്രായമുണ്ട്, 10-65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരിയെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നപ്പോൾ അവർ പേസ് മേക്കർ വെച്ച ആളാണ്. പേസ് മേക്കർ പിന്നെ ഇംപ്ലാന്റ് ചെയ്ത ഒരു സഹോദരിയാണ് അവർ. അപ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ പേസ് മേക്കർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു.
അപ്പോൾ ഈ പേസ് മേക്കർ വെച്ച ആൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേസ് മേക്കർ നമ്മുടെ ചെസ്റ്റിലെ പൾസ് ബീറ്റ്സ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഏതാണ്ട് 2-3 ലക്ഷം രൂപ ചിലവ് വരും. അത് നമ്മുടെ ഈ ഇടത്തുവശത്ത് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് അത് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററിയും അതിൽ നിന്ന് പോകുന്ന 2 കോഡുകളുമാണ് ഈ പേസ് മേക്കറിലുള്ളത്. അത് ഹൃദയത്തിൻ്റെ അറകളിലേക്ക് കടത്തി വയ്ക്കും. ഞാനതിൻ്റെ സാങ്കേതികത്വം പറയല്ല. അതാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതിന് ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 4 ലക്ഷം രൂപ വരെ നമ്മുടെ രാജ്യത്ത് ചിലവ് വരും എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സാധനം വെച്ചാൽ നമുക്ക് പിന്നെ സഞ്ചരിക്കൽ അത്ര എളുപ്പമല്ല. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നിയന്ത്രണമാണ് ഈ സൈഡിലാണ് ഇത് വയ്ക്കുക. അതുകൊണ്ട് ഈ കൈ പെട്ടെന്നൊന്നും മുകളിലേക്ക് പൊക്കാൻ പറ്റില്ല. ആ സ്ത്രീ പറയുന്ന, ഞാൻ കൈ ഇങ്ങനെ വയ്ക്കാറുള്ളൂ, എൻ്റെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. ഞാൻ വർഷങ്ങളായി 8 വർഷമായി ഇത് വെച്ചിട്ട് അതിൻ്റെ കാലാവധി തീർന്നു. അത് വെച്ച് അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഈ പഴങ്ങനാട് ആശുപത്രിയിലെ പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹമാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നു കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച പണിയെടുക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ചാൽ അലക്കാൻ പറ്റില്ല. അടുക്കളയിൽ വലിയ പണിയെടുക്കാൻ പറ്റില്ല. ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സമീപത്ത് പോകാൻ പറ്റില്ല. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല. മൈക്രോവേവ് ഓവൻ്റെ സമീപത്ത് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് പോകാൻ പറ്റില്ല. മറ്റൊരു സംഗതി, നമ്മുടെ വലിയ വലിയ മാളുകളിലുള്ള ഡിറ്റക്ടറുണ്ട്, അതിനിടയിലൂടെ കടന്നു ചെല്ലാൻ പറ്റില്ല. അങ്ങനെ കടക്കേണ്ടി വന്നാൽ അവരോട് താൻ ഇത് വെച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുകൂടി കടക്കാതെ പുറത്തുകൂടി പോകേണ്ടി വരും. അതേപോലെ തന്നെ അമ്പലങ്ങളിലും അതേപോലെയുള്ള സംഗതികളിലുമൊക്കെ അവർ പറയുകയാണ്, ആരാധനകൾക്ക് പോകുന്ന സമയത്ത് നമസ്കരിക്കാൻ പറ്റില്ല എനിക്ക്, ഞാനതുകൊണ്ട് നമസ്കരിക്കാറില്ല ഇത് വച്ചതിന് ശേഷം. ആ കയ്യിൽ പിടിച്ച് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ആ സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. ഇവർ പറയുന്നു, ഞാൻ വർഷങ്ങളായി ചരിഞ്ഞു കിടന്നിട്ട് ഞാൻ മലർന്നാണ് കിടക്കാറുള്ളത്. ചുമക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂസ് തുമ്മാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പേസ് മേക്കർ വെച്ച ഒരാളുടെ നിയന്ത്രണങ്ങളാണ് ഈ പറയുന്നത്. വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഈ സാധനം ഇവിടെ ഇരുന്ന് കൂടുതൽ അനങ്ങാനൊന്നും പറ്റില്ല. അതിൻ്റെ മോഡേൺ ആയിട്ടുള്ള വെർഷനൊക്കെ വന്നിട്ടുണ്ടാകും. ഇപ്പം ഇത് 8 കൊല്ലം മുമ്പ് വെച്ച സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പേസ് മേക്കർ ഈ പറയുന്ന ദൈവമുണ്ടോ, അതിന് ശാസ്ത്രീയമായ തെളിവെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, ഈ പേസ് മേക്കർ തനിയെ ഉണ്ടാകും എന്ന് നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയൊക്കെ പരിമിതികളുള്ള ഇത് വെച്ചാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനമല്ല നടക്കുക. ഹാർട്ടിൻ്റെ ബീറ്റ്സ് വർദ്ധിപ്പിക്കാൻ അത് ഉപകാരപ്പെടില്ല. ഹാർട്ടിൻ്റെ പണി അത് പേസ് മേക്കർ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും പരിമിതികളുണ്ട് ഒരു പേസ് മേക്കർ. ഈ പേസ് മേക്കർ ഇരിക്കുന്ന ആരോടെങ്കിലും ഈ പേസ് മേക്കർ അവിടെ തന്നെ വന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നു, പ്രയാസപ്പെട്ടു. ഇങ്ങനെ കുറേ വർഷങ്ങളോളം അവരിങ്ങനെ കട്ടിലേൽ മലർന്ന് കിടന്നപ്പോൾ അവിടെ തന്നെ പേസ് മേക്കർ വന്നു എന്ന് പറഞ്ഞ് ലോകത്താരെങ്കിലും വിശ്വസിക്കോ? ഇല്ലല്ലോ. പോകട്ടെ, ഈ പേസ് മേക്കറിൻ്റെ പാർട്സുകളെല്ലാം അഴിച്ച് മാറ്റി ഒരു മുറിയിൽ 1 കോടി വർഷം വെച്ചു. നിങ്ങളാരെങ്കിലും ഈ വലിയ വായിൽ ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവെന്താണെന്ന് ചോദിക്കുന്ന ഏതെങ്കിലും യുക്തിവാദിയോ അല്ലെങ്കിൽ ഈ മാന്യദേഹം സന്തോഷ് ജോർജ് കുളങ്ങര അടക്കം ഞാൻ പറയുന്നു, ഈ പേസ് മേക്കറിൻ്റെ പാർട്സുകൾ സെപ്പറേറ്റ് ആക്കി ഒരു മുറിയിൽ 1 കോടി കൊല്ലം അവിടെ വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം 1 കോടി കൊല്ലം തികയുന്ന ദിവസം ആ വാതിൽ തുറന്നു നോക്കിയാൽ അതെല്ലാം കൂടി ചേർന്ന് ഒരു പേസ് മേക്കറായി മാറുമെന്ന് ലോകത്ത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആ വെച്ച സാധനം അവിടെ തന്നെ ഇരിക്കുന്നു എന്നല്ലാതെ അവിടെ നിന്ന് 1 ഇഞ്ച് പോലും അത് ഇങ്ങോട്ടുണ്ടാക്കാൻ നീങ്ങിയിട്ടുണ്ടാവും? അത് ഇല്ലല്ലോ. വാതിൽ തുറന്നിട്ട് കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറന്നത് ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാകാം.
അതിനുള്ള ഒരു സാധ്യതയുമില്ല എങ്കിൽ ആ പേസ് മേക്കറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് 1 മില്ലിമീറ്റർ പോലും നീങ്ങിയിട്ടുണ്ടാകും എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ ശാസ്ത്രീയമായിട്ട്? പറ്റില്ല. എങ്കിൽ ആ പേസ് മേക്കറിനേക്കാൾ സങ്കീർണമായ, അതീവ സങ്കീർണമായ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ ഇവർ നിർബന്ധിതരാകുകയാണ് അതിലൂടെ. നമുക്ക് ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പേസ് മേക്കറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ അതീവ സങ്കീർണമായ ഒരു ഹൃദയം ലോകത്തെ മൊത്തം മനുഷ്യരുടെ ഇടതുവശത്ത് ചേർന്ന് നെഞ്ചിനകത്ത്, നെഞ്ചും കൂട്ടിനകത്ത് വളരെ സുരക്ഷിതമായി സംവിധാനിച്ച, എങ്ങോട്ട് വേണമെങ്കിലും ചരിയാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചുമക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഛർദ്ദിക്കാം, എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ കടന്നു ചെല്ലാം, എത്രമാത്രം ഡിക്റ്ററിൻ്റെ ഇടയിലൂടെയും കടന്നു ചെല്ലാം, ഏത് ഭാരപ്പെട്ട സാധനം വേണമെങ്കിലും പൊക്കാം, എങ്ങോട്ട് ചരിഞ്ഞു വേണമെങ്കിലും കിടക്കാം, ഏത് മൊബൈൽ എവിടെ വെച്ച് വേണമെങ്കിലും വിളിക്കാം, നെഞ്ചത്ത് വെച്ച് വേണമെങ്കിലും മൊബൈൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത്രയും സങ്കീർണമായി, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വസ്തു മനുഷ്യന്റെ നെഞ്ചകങ്ങളിൽ രൂപപ്പെട്ടത് ഒരു സൃഷ്ടാവുമില്ലാതെ തന്നെ രൂപപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നതാണോ ശാസ്ത്രം? അതോ അതിൻ്റെ പുറകിലും ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ ശാസ്ത്രം? അതല്ലേ, അതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലേ ശാസ്ത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കമ്പി, നമ്മുടെ ടാറ്റ പോലെയുള്ള കമ്പനികൾ ഭൂമിയിൽ നിന്ന് ഇരുമ്പയിര് കുഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വാർക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടാക്കുന്നത്. ഇരുമ്പയിര് കുഴിച്ചെടുത്തിട്ടാണ് ടാറ്റയെ പോലുള്ള. അതുകൊണ്ടാണ് ടാറ്റയുടെ കമ്പിക്ക് വില കൂടുതൽ വരുന്നത്. ബാക്കിയുള്ള നമ്മുടെ ഇവിടെ കിട്ടുന്ന കമ്പികളൊക്കെ പാട്ടയും കമ്പി കഷ്ണമൊക്കെ ഉരുക്കി കമ്പിയായിട്ടാണ് വരുന്നത്. അതേസമയം ടാറ്റയൊക്കെ അതല്ല. ടാറ്റയൊക്കെ ഭൂമിയിൽ നിന്ന് ഇരുമ്പയിര് കുഴിച്ചെടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് ഫർണസിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്താണ് കമ്പി ആക്കി വരുന്നത്. ഭൂമിയിൽ ഉണ്ടല്ലോ ഇരുമ്പയിര്. ഇത്രയും കാലം ഭൂമിയിൽ ആ ഇരുമ്പയിരുണ്ടായിട്ട് ആ നമ്മുടെ ഇവിടെ വരുന്ന ആ ഒരു കമ്പി, ആ കമ്പിയുടെ പുറകിൽ എത്രയോ ആളുകളുടെ ബൗദ്ധികമായ കഴിവുണ്ട്, എത്രയോ ആളുകളുടെ കായികമായ കഴിവുണ്ട്. നമുക്കറിയാം, ഒരു കമ്പിയായി വരണമെങ്കിൽ ഈ കമ്പി ഉണ്ടാക്കിയ ഇരുമ്പയിര് ഭൂമിയിൽ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇത്രയും കാലം ഉണ്ടായിട്ട് എപ്പോഴെങ്കിലും ഈ ഇരുമ്പയിര് ഒന്നിച്ചു ചേർന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള കമ്പി രൂപപ്പെട്ടത് ഇവർക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഇരുമ്പയിര് ഈ കണ്ട കാലം ഭൂമിക്കടിയിൽ ഉണ്ടായിട്ട് അതെല്ലാം ചേർന്ന് ഈ തന്നെ ഉണ്ടാകുമെന്ന് വാദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്ന് വാദിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഇരുമ്പയിരെല്ലാം കൂടി ചേർന്ന് ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള കമ്പി ഉണ്ടായി എന്ന് തെളിയിക്കാൻ ഇവർക്ക് പറ്റുമോ? എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് പറ്റുമോ? അതിൻ്റെ സാധ്യത പോലും ഇവർക്ക് പറ്റുമോ? ഇനി 1 കോടി കൊല്ലാതെ ഇവിടെ കിടന്നാലൊരു കമ്പി ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ ഈ ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ ചോദിക്കുന്ന വലിയ ബുദ്ധിമാന്മാരുണ്ടല്ലോ, ആ ബുദ്ധിമാന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു ജീവനില്ലാത്ത, ഒരു ബുദ്ധിയും പ്രവർത്തിക്കാത്ത 10 സെന്റിമീറ്റർ കമ്പി പോലും ഭൂമിയിൽ ഉണ്ടാവില്ല എങ്കിൽ പിന്നെയാണോ വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം തനിയെ ഉണ്ടാവുക എന്ന് പറയുന്നത്? ഇത് ആരോടാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ തലയിൽ തലച്ചോറല്ല വേണ്ടത്, ചകിരിച്ചോറ് വേണം, എങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിലുള്ള ഒന്നുപോലും, ഒരു മൊട്ടുസൂചി പോലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ശാസ്ത്രം. അല്ലാതെ മാറില്ല. അത് മാറില്ല എന്ന് ഒരു ശാസ്ത്രം അറിയില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു മൊട്ടുസൂചി അവിടെ നിന്ന് വേറൊരാളെടുത്ത് മാറ്റാതെ മൊട്ടുസൂചി അവിടെ നിന്ന് മാറില്ല. നമ്മൾക്ക് വിശ്വസിക്കാൻ ഇവർ പറയുകയാണ് മൊട്ടുസൂചിയേക്കാൾ 10,000 മടങ്ങ് സങ്കീർണമായ ഹൃദയം, തലച്ചോറ്, കിഡ്നി, പാൻക്രിയാസ്, ലിവർ ഇതൊക്കെ തന്നെ ഉണ്ടാകും. അതിൻ്റെ എല്ലാ വയറും കോഡും ഒക്കെ പേസ് മേക്കർ ഇവിടെ വെച്ചിട്ട് ഈ കോഡ് കൊണ്ടുപോയിട്ട് അറ ഓപ്പൺ ചെയ്തിട്ട് അറക്കകത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ്, വലിയ സങ്കീർണമായ പരിപാടിയാണത്. ആ സ്ഥാനത്ത് ഈ വയറ് മുഴുവൻ വലിച്ച് ഇട്ട് എന്ത് ചിന്തിച്ചാലും, എന്താലോചിക്കാനും, ആ ആലോചിക്കുന്നതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനും പറ്റുന്ന ഇതുപോലെ കിടന്ന് കറങ്ങുന്ന ഈ കൈകൾ, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന കൈകൾ, ഈ കൈകളൊക്കെ സംവിധാനിച്ചത് അതൊക്കെ തന്നെ ഉണ്ടായതാണ്. കമ്പിക്കഷ്ണോ അത് തന്നെ ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ 1000 ആളുകൾ പണിയെടുക്കണം, ബുദ്ധി ഉപയോഗിക്കണം, ഇതെല്ലാം ഉണ്ടാക്കണം. ഏതാ വിശ്വസിക്കാൻ നല്ലത്? വിശ്വസിക്കാൻ നല്ലത് ഇതല്ലേ? അങ്ങനെ നമ്മളൊന്ന് വിശ്വസിച്ച് നോക്കുക. അങ്ങനെ നമ്മുടെ ദൈവവിശ്വാസം അത് കൃത്യമായ യുക്തിയുടെയും ബുദ്ധിയുടെയും അനുഭവത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ വളരെ ഭദ്രമായ വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിശ്വാസത്തെ രൂപപ്പെടുത്തണം.
ഇനിയും ധാരാളം തെളിവുകൾ ആ സംഗതികൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.